രാജ്യങ്ങളാണ് നമ്മുടെ ഫിൻലാൻഡിനെ പോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും സമാധാനപരമായിട്ടുള്ള രാജ്യങ്ങളിൽ 90ാമത്തെ വയസ്സിൽ ഒരു ഇണയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സാമൂഹ്യ ബന്ധങ്ങളൊന്നും തന്നെ നോക്കാതെ തന്നെ അവരിണയെ കൂട്ടുകയും ജീവിതകാലം മുഴുവനും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടി ജീവിക്കുമ്പോൾ ഡോക്ടറുടെ വർത്തമാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ഇണയെ പറഞ്ഞു വിടേണ്ടതുള്ളൂ, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉള്ളവർക്ക് മാത്രമേ ഇല്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം ഡോക്ടർ അൻപിൻ സാറിനോടാണ്. സാറ് പറഞ്ഞു തുടങ്ങിയ എമ്പതിയില്ലേ, അതല്ലേ സാറേ ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശരിക്കും ഒരാളിൻ്റെ മുമ്പിൽ ഏറ്റവും മനോഹരമായി ചിരിക്കുകയും അയാൾ ഏറ്റവും നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തുകയും ഇതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ ഇമ്പതിയല്ലേ ഉപയോഗിക്കുന്നത്. അല്ല, എല്ലായിടങ്ങളിലും ഉണ്ടാവും, തൊഴിലിടങ്ങളിലുണ്ടാവാം, അല്ലെങ്കിൽ അതെ അപ്പൊ പിന്നെ തൊഴിലിടങ്ങളിലാവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മറ്റുള്ള ഇടങ്ങളിലായാം, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലാവാം. എവിടെയും ഈ ഇമ്പതിയെ ഇതിൽ ആഹ്ലാദിക്കുകയും അഭിനമിക്കുകയും ചെയ്യുന്നവരല്ലേ ഉപയോഗിക്കുന്നത്. രണ്ട് ചോദ്യങ്ങളാണോ? പഠനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ആശയമാണ് മനസ്സിലായതെങ്കിൽ ഞാൻ അതിൽ ഖേദിക്കുന്നു. കാരണം ഇതിനകത്ത് രണ്ടും പൂർണ്ണമല്ലാത്ത കുടുംബങ്ങളാണ്. രണ്ടും സ്ത്രീകൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന കുടുംബങ്ങൾ. ഒന്ന് ഒരു ഡിവോഴ്സിയും മറ്റൊരു വിഡോയും. രണ്ടും സ്ത്രീകൾ സ്വന്തമായിട്ട് അവർ തന്നെയാണ് കുട്ടികളെ നോക്കുന്നത്. ഒരാൾക്ക് കുടുംബത്തിൽ നിന്നുള്ള കുറച്ച് സപ്പോർട്ട് കൂടെ ഉണ്ട്. മറ്റേ ഡിവോഴ്സി എന്ന് പറയുന്ന ആൾക്ക് രണ്ടുപേരുടെ കുടുംബങ്ങളിൽ നിന്നും ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല. അപ്പം ഇവിടെ ഞാൻ ഊന്നിയത് സാമ്പത്തിക ഭദ്രത ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ ആൾക്ക് കുറച്ചുകൂടെ മെച്ചമായി കുട്ടിയെ വളർത്താനും ഒക്കെ സാധിച്ചു എന്നുള്ള ഒരു ആശയം മാത്രമേ ഉള്ളൂ. ഇത് ഒറ്റ കാരണത്തിലൊന്നും അല്ല അധിഷ്ഠിതമായിട്ടിരിക്കുന്നത്. സാമ്പത്തിക ഭദ്രത മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ നാട്ടിലും നമ്മൾ കാണുന്നുണ്ട് സ്വന്തം സുഖങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകി കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും നമ്മൾ കാണുന്നുണ്ട്. വേറെ എങ്ങും പോണ്ട, കേരളത്തിൽ തന്നെ കാണുന്നുണ്ട്. സ്കാൻഡിനേവിയയിലൊന്നും പോകേണ്ട കാര്യമില്ല. പത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും നമുക്ക് കാണാം. സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന്റെ ഒരു എന്താണ് ഒരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കരുതാം. വളരെ ദൂരെയുള്ള ഫേസ്ബുക്ക് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ചു പോയ സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ചു പോയ പുരുഷനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. കുട്ടികൾ പലപ്പോഴും ആരുടെയും ഒരു പ്രയോറിറ്റി അല്ലാതായി മാറുന്നു അടുത്ത കാലങ്ങളിൽ. ധാരാളം പേര്, ഇപ്പം ഞാൻ അതിലേക്കൊന്നും ഒരുപാട് പോയില്ല, ഒരുപാട് പെൺകുട്ടികളോ ആൺകുട്ടികളോ ഇപ്പൊ തീരുമാനിക്കുന്നു അവർക്ക് വിവാഹങ്ങൾ വേണ്ട, അവർക്ക് കുടുംബങ്ങൾ വേണ്ട, അവർക്ക് വിവാഹം കഴിച്ചാൽ തന്നെ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. നമ്മൾ എനിക്ക് തോന്നുന്നു സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക് തുല്യമായിട്ടുണ്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. അതിന് വളർച്ചയാണോ തളർച്ചയാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. വളർച്ച മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ ഉത്തരം സാറ്റിസ്ഫാക്ടറി. ഓക്കെ, താങ്ക് യു. രണ്ടാമത്തെ എനിക്കുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതിനോടൊപ്പം ആദ്യത്തെ ചോദ്യത്തെ കുറിച്ചുള്ള ചെറിയൊരു കണക്കും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം. എമ്പതി അല്ലെങ്കിൽ അനുതാപം എന്ന സംഗതിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മറുവശത്തുള്ള ഒരു വ്യക്തിയുടെ വൈകാരിക അവസ്ഥയെ പൂർണ്ണമായി മനസ്സിലാക്കി നമ്മൾ ആ സ്ഥാനത്ത് സ്വയം സങ്കല്പിക്കുകയാണ്, എന്നിട്ട് പെരുമാറുന്ന ഒരു രീതിയാണ്. ഇത് പ്രധാനമായിട്ടും ഒരു വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി, പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി, ഒരു തൊഴിൽ സ്ഥാപനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് എല്ലാ ദിവസവും ജോലിക്ക് വരുന്ന ഒരാളാണ്, കറക്റ്റ് സമയത്ത് ജോലിക്ക് വരുന്ന ഒരാളാണ്, കഠിനാധ്വാനിയാണ്, നമുക്കറിയാം. അയാൾ ഒരു ദിവസം രാവിലെ അരമണിക്കൂർ വൈകി വരിക. അങ്ങനെ വരുന്ന സമയത്ത് എന്തായാലും നമ്മൾ ആ വ്യക്തിയെ നിരീക്ഷിച്ചിട്ടുണ്ട്, അയാളെ വിലയിരുത്തിയിട്ടുണ്ട്, അയാളെ കുറിച്ച് നമുക്കൊരു ധാരണ മനസ്സിലുണ്ട്. ഇയാൾ വെറുതെ വൈകി വരാൻ സാധ്യതയില്ല. നമ്മൾ ചോദിക്കുമ്പോൾ മകൻ രാവിലെ ഒരു ശ്വാസം മുട്ടൽ വന്നു, ആശുപത്രി കൊണ്ടുവന്നു. രണ്ട് രീതിയിൽ ഒരു മേലധികാരിക്ക് പ്രതികരിക്കുക, അല്ലേ? നിങ്ങളുടെ കുറച്ച് ചത്തുപോയി കഴിഞ്ഞാൽ ഈ സ്ഥാപനം കൂട്ടിയിടേണ്ടി വരുമോ എന്ന ഒരു രീതിയാണ്. അത് ഒരു തരം മാനേജ്മെന്റാണ്. അതിന്റെ ഫലം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നു? സ്വാഭാവികമായും വളരെ കഠിനാധ്വാനിയായ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അതിന് വലിയൊരു വിള്ളലുണ്ട്. അപ്പൊ അദ്ദേഹം പിറ്റേ ദിവസം തൊട്ട് കൃത്യം 10 തൊട്ട് 5 വരെ ജോലി ചെയ്യുന്ന ഒരു യാന്ത്രിക ഒരു തൊഴിലാളിയായിട്ട് മാറും. രണ്ട്, ഇത് മനസ്സിലാക്കി എങ്ങനെയുണ്ട് കുട്ടിക്ക്, ഓക്കെ ആണോ,
നിങ്ങൾക്ക് ലീവ് എന്തെങ്കിലും വേണോ എന്നൊരു നല്ല വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ആഴത്തിലുള്ള ഇമ്പാക്റ്റ്. പക്ഷെ ഇത് എങ്ങനെ ദുരുപയോഗം ചെയ്യാം, അതിന്റെ ദുരുപയോഗ സാധ്യതകളെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പർട്ടിക്കുലർ വിഷയം അതിനെക്കുറിച്ച് പലതരം കാഴ്ചപ്പാടുകൾ. ഞാൻ ഇന്നലെ വൈകുന്നേരം ദൂരദർശനിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിൽ പങ്കെടുത്ത എൻ്റെ ഒരു സഹ പാനലിസ്റ്റ് പറഞ്ഞ് അതൊരു മതവിഭാഗത്തിന് അനിയന്ത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജാതി വിഭാഗത്തിന് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ കൊടുത്തതിന്റെ ഫലമാണ്. അത് മറ്റൊരു പരിപ്രേക്ഷ്യമാണ്, മറ്റൊരു കാഴ്ചപ്പാടാണ്. ഈ വിഷയത്തിന്റെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിന്റെ രീതിയാണ്. ഇവിടെ നമ്മൾ എമ്പതി എന്ന് പറയുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കുകയും നമ്മളോട് നന്നായി പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ അന്ധമായി വിശ്വസിക്കലല്ല അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നമ്മളൊരു സ്വതന്ത്ര വ്യക്തി എന്നുള്ള നിലയിൽ ആ വ്യക്തിയെ വിലയിരുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. അങ്ങനെയൊക്കെ ഒരു ധാരണ നമുക്ക് ഉള്ളപ്പോൾ പോലും നമുക്കൊരു പ്രോട്ടോകോളും ഒരു സിസ്റ്റവും വേണം. ആ സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ വേണം പുനരുദ്ധാരണം നടത്താൻ, നന്നാക്കാൻ, അതിൽ എത്രത്തോളം മോണിറ്ററിംഗ് ഉണ്ടാകണം, അത് എത്ര പീരിയോഡിക് ആയിട്ട് വരണം, ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് നടക്കണം. അതിനെ അതിലംഘിച്ചുകൊണ്ട് ഇനി എത്ര സൗമ്യമായി പെരുമാറുന്ന വ്യക്തിയായാലും, എത്ര കാര്യക്ഷമതയുള്ള ആളായാലും, എത്ര മഹാനായി അംഗീകരിക്കപ്പെട്ട ആളായാലും അദ്ദേഹത്തിന് വളയമില്ലാതെ ചാടാൻ നമ്മൾ അനുവാദം കൊടുക്കാൻ പാടില്ല. ഈ സ്കാൻഡിനേവിയൻ കാര്യങ്ങളെ കുറിച്ച്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാഷ്ട്രമായിട്ട് നിലകൊള്ളും. അതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഫിൻലാൻഡിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്ന് പറയുമ്പോൾ പ്രദർശനാത്മകത വളരെ കുറവുള്ളൊരു സമൂഹം. കേരളത്തിലെ പ്രശ്നം എന്താ? ഈ പ്രദർശനാത്മകത കുറച്ച് കൂടുതലാണ് അല്ലെ? അപ്പോ ഏറ്റവും വലിയ വീട് വെക്കുക, ഏറ്റവും വലിയ വാഹനം വാങ്ങുക, ഏറ്റവും തിളക്കമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, പാണ്ഡിത്യം നാട്ടുകാരെയൊക്കെ വിളിച്ചിരുത്തി പ്രദർശിപ്പിക്കുക, ഈ പ്രദർശനാത്മകതയുടെ ഒരു രീതി അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അനുവർത്തിച്ചു വരും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു താരതമ്യം മനസ്സിൽ വരികയാണ്. അപ്പൊ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യും. അവരുടെ മനസ്സിൽ നമ്മളൊരു ധാരണ കൊടുക്കുകയാണ്, അയൽ വീട്ടിൽ ഒരു വ്യക്തി ഒരു വലിയ കാർ വാങ്ങാം, അപ്പൊ കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കി ചെയ്തായിരിക്കും. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ഐഡിയ വരികയാണ്, കള്ളക്കടത്ത് നടത്തിയാണെങ്കിലും ഒരു വലിയ കാർ വാങ്ങിയാൽ നിങ്ങൾക്ക് സാമൂഹ്യ അംഗീകാരം കിട്ടുമെന്നൊരു വികലധാരണ വരികയാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ രീതി നോക്കി ഏറ്റവും സമ്പന്നനും മാന്യമായ വാഹനം തന്നെ ഓടിക്കുകയുള്ളൂ, അയാൾ ഏറ്റവും സാധാരണ വസ്ത്രങ്ങൾ ധരിക്കും. ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് വിളിച്ചാൽ ഒരു പണ്ഡിതൻ പോയി അവിടെ സംസാരിക്കില്ല, നാട്ടുകാരെ വിളിച്ചിരുത്തി തന്റെ പാണ്ഡിത്യം വിളമ്പാറില്ല. ഇതെല്ലാം മ്ലേച്ഛമായ രീതികളായിട്ടാണ് അവിടെ കാണുന്നത്. സർവോപരി പ്രകൃതിയുമായി ഒന്നാകുക എന്നുള്ളതാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഒരു ഫിലോസഫിക്കൽ കൺസ്ട്രക്ട്. നമ്മൾ പ്രകൃതിയുടെ ഒരു ഘടകം മാത്രമാണ്. ഈ പ്രകൃതി നിലനിന്നാലേ നമ്മളുള്ളൂ. ഇപ്പൊ വളരെ ദരിദ്ര രാജ്യമായ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ പോലും അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഉബുണ്ടു എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്, ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഉബുണ്ടു എന്ന് പറഞ്ഞാൽ ഐ എക്സിസ്റ്റ് ബിക്കോസ് യു എക്സിസ്റ്റ് അല്ലെ? ചുവരുണ്ടെങ്കിലേ ചിത്രമുള്ളൂ, ഓഡിയൻസ് ഉണ്ടെങ്കിലേ പ്രഭാഷകന് പ്രസക്തിയുള്ളൂ. അപ്പൊ ഈ പരസ്പരമുള്ള ഈ പാരസ്പര്യം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഏറ്റവും പ്രധാനം. അത് മറന്നുപോയ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ ഈ തീവ്രമായ മാത്സര്യ വിദ്വേഷ ദുർഭാവങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ജീവിത രീതിയിൽ ഈ പാരസ്പര്യം മറന്നു പോകുന്നു. പ്രകൃതിയുടെ ഒരു ഘടകം മാത്രമാണ് നമ്മളെന്നുള്ള സംഗതി മറന്നു പോകുന്നു. ഇതാണ് നമ്മുടെ അസംതൃപ്തികളുടെ ഒരു അടിസ്ഥാന കാരണമായിട്ട് നമുക്ക് എടുക്കാം. താങ്ക് ു. ഡോക്ടറെ, എന്നോട് ചോദിക്കാൻ പറഞ്ഞ ഒരു ചോദ്യമാണ്. 1 തൊട്ട് 10 വരെയുള്ള സംഖ്യ, അതിലേതെങ്കിലും 1-2 സംഖ്യയുടെ നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രവൃത്തി അത്രയും തവണ നമുക്ക് ചെയ്യും. അതായത് രാത്രിയുടെ ഡോർ അടയ്ക്കാൻ നേരത്ത് ഇപ്പൊ 3 സംഖ്യയെ നമുക്ക് ഇഷ്ടമെങ്കിൽ 3 തവണ കഥ കിടക്കും. അത് ഉറപ്പുവരും. അത് ആ വ്യക്തിയുടെ ഒരുപാട് സമയത്തെ അപകരിക്കുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. അപ്പൊ അതെന്താണ് സ്ഥിതി? ഇന്ദു മേഡം നേരത്തെ വിശദമായിട്ടൊരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നൊരു സംഗതിയെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ട് ഇത്തരം ആവർത്തനങ്ങൾ. അപ്പൊ നമ്മള് നേരത്തെ തന്നെ ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി തന്നെ ഞാൻ എഴുതിയൊരു പുസ്തകത്തിൽ, കൗമാരം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ ഒരു കഥയും പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി ഡെർമറ്റോളജി, ചർമ്മരോഗ വിഭാഗത്തിൽ ചെല്ലുക, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ശരീരമെല്ലാം ഇളകിപ്പോയിരിക്കുന്നു, തൊലി.
അവിടെ നിന്ന് അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആദ്യം സൈക്കാട്രിസ്റ്റിനെ പോയി കാണാം. നമ്മുടെ അടുത്ത് വരുമ്പോൾ ശരീരത്തെ മൊത്തം 8 ഭാഗങ്ങളായിട്ട് ആ കുട്ടി തന്നെ വിഭജിച്ചിട്ടുണ്ട്. ഈ 8 ഭാഗങ്ങൾ ഓരോന്നും വലതു ഭാഗത്തേക്ക് 5 പ്രാവശ്യം സോപ്പ് തേക്കണം, ഇടതു ഭാഗത്തേക്ക് 5 പ്രാവശ്യം സോപ്പ് തേക്കണം, എങ്കിലേ ആ ഭാഗം വൃത്തിയായുള്ളൂ എന്നാണ് ആ കുട്ടിയുടെ ധാരണ. പക്ഷെ 5 എന്നുള്ളത് ഇങ്ങനെ തേച്ച് വരുമ്പോൾ 3 പ്രാവശ്യം തേച്ച് കഴിയുമ്പോഴേ അത് 3 ആണോ 2 ആണോ എന്ന് കൗണ്ടിങ് തെറ്റുകയാണ്. കൗണ്ടിങ് തെറ്റിയാൽ ആദ്യം തൊട്ട് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ 8 മണിക്കൂർ സമയം എടുത്ത് കുളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഈ 3 പ്രാവശ്യം ഒന്ന് നോക്കുന്നു, അത് അധികം സമയം നമുക്ക് അപഹരിക്കുന്നില്ല, വലിയ കുഴപ്പമില്ല എങ്കിൽ ഓക്കെ. പക്ഷെ ഈ 3 ആയോ അത് 2 ആണോ ഒരു സംശയം തോന്നി നമ്മൾ വീണ്ടും ഈ 3 എന്ന് പറയുന്നത് വർദ്ധിക്കുന്ന ഒരു അവസ്ഥ വരികയും എന്താ മാനസിക രോഗം എന്ന് പറയുന്നത്? A behavior or an emotion can be regarded as mental illness when it leads to socio-occupational dysfunction. ലോകാരോഗ്യ സംഘടന പറയുകയാണ്, ഒരു പെരുമാറ്റമോ ഒരു വൈകാരിക പഠനമോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ ചെയ്യാനുള്ള കഴിവിനെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്ക് വളരുമ്പോൾ വഷളാകുമ്പോഴാണ് അതിനെ രോഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ജയകൃഷ്ണൻ സാർ തന്നെ എഡിറ്റ് ചെയ്ത വ്യക്തിത്വ വൈകല്യങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി എന്നൊരു സാധനം, ശാഠ്യം, നിർബന്ധബുദ്ധി, പിടിവാശി, പെർഫെക്ഷനിസം ഇന്റർഫിയറിംഗ് വിത്ത് ടാസ്ക് കംപ്ലീഷൻ എന്ന് പറയും. അതായത് ജോലി പൂർത്തീകരിക്കുന്നതിന് വിഘാതമാകുന്ന തരത്തിലുള്ള പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടുള്ള നിർബന്ധം, അതിന്റെ ഭാഗമായിട്ടും ഈ ഒരു അവസ്ഥ വരാനുള്ള സാധ്യത. ഇത് നമ്മുടെ സമയത്തെ ബാധിക്കുന്നു, നമ്മുടെ ജോലിയെ ബാധിക്കുന്നു, നമ്മുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ അത് ചികിത്സ എടുക്കേണ്ട ലെവലിലേക്ക് എത്തിയെന്ന് തന്നെയാണ് അർത്ഥം. ഒരു ചോദ്യം ഈ മനോരോഗം അല്ലെങ്കിൽ മാനസിക രോഗം ഇത് തലച്ചോറുമായി മാത്രം ബന്ധപ്പെട്ടതാണ്? ഇതും നമ്മള് ഭാഷയുടെ ഒരു പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്തിനും ഒരു ഇരിപ്പിടമുണ്ട് എന്ന് പറയും അല്ലെ. ഇപ്പൊ ദഹനം എന്ന് പറയുന്നതിന്റെ ഒരു ഇരിപ്പിടം ആമാശയമാണ്. പക്ഷെ ഈ ആമാശയം പ്രവർത്തിക്കണമെങ്കിൽ ഹൃദയം പമ്പ് ചെയ്യണം, രക്തം അങ്ങോട്ട് വരണം അല്ലേ. രക്തത്തിലെ ലവണങ്ങളുടെ അളവിൽ വ്യത്യാസം വന്നാൽ ആമാശയം പണിമുടങ്ങാം. ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ. എന്ന് പറഞ്ഞതുപോലെ മനസ്സിന്റെ ഇരിപ്പിടം തലച്ചോറാണ് എന്നാണ് ആധുനിക ശാസ്ത്രം ഈ നിമിഷം വരെ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങളുണ്ട്. രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞാൽ പെരുമാറ്റ വ്യത്യാസങ്ങൾ വരും. കാരണം ഈ സോഡിയം തലച്ചോറിലെ കോശങ്ങളിലെ ചില പ്രവർത്തനങ്ങൾ നടക്കാൻ അനിവാര്യമായ ഒരു സംഗതിയാണ്. ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞാൽ തലചുറ്റി വീഴും. കാരണം ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് വേണ്ട ഊർജം കിട്ടുകയും. ബാഹ്യമായ ഘടകങ്ങളും പ്രസക്തമാണ്. ഇപ്പോൾ പൂർണ്ണമായി ഇരുട്ടിൽ നമ്മളെ കൊണ്ട് ഇടുകയാണ്, ഉറക്കത്തിന്റെ ക്രമം മാറും, അത് പെരുമാറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സ്ഥിരമായി ചീത്ത വിളിക്കുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കുറെ പാറ്റകൾ മാത്രമുള്ള ഒരു മുറിക്കകത്തോടെ നമ്മളെ തള്ളി വിടുകയാണ്. ഇതൊക്കെ ബാഹ്യമായ ഘടകങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യങ്ങളാണ് മാനസിക പ്രശ്നങ്ങൾ. പക്ഷെ അതിനെ ശരീരത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ ഘടകങ്ങൾ സ്വാധീനിക്കും. അടിസ്ഥാനപരമായി തലച്ചോറിന്റെ പ്രവർത്തന വ്യത്യാസങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തലച്ചോറിലുള്ള രാസവസ്തുക്കളുടെ അളവിലെ വ്യതിയാനങ്ങളാണ് പല പെരുമാറ്റ വ്യത്യാസങ്ങളും കാരണമാകുന്നത്. മാനസിക പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ പലതും ഈ തലച്ചോറിലെ രാസ വ്യതിയാനങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ. ഈ ഗട്ട് ബ്രെയിൻ ആക്സിസും ഇതുമായി ബന്ധപ്പെട്ടിട്ടാണോ? ഇപ്പൊ ഇത് പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞാൽ എല്ലാ ഗട്ട് മാത്രമല്ല, ഹാർട്ട് ബ്രെയിൻ ആക്സിസ് ഉണ്ട്, എൻഡോക്രൈൻ ബ്രെയിൻ ആക്സിസ് ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് ഇപ്പൊ കുറച്ചധികം ചർച്ചയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് അതിന് കുറച്ച് ഹൈപ്പ് കിട്ടുന്നതേ ഉള്ളൂ. ശരീരത്തിലെ ഹോർമോണുകളുമായിട്ട് ബന്ധമുണ്ട്. കാരണം മാനസിക സമ്മർദ്ദം കൂടുതലുള്ള വ്യക്തികളിൽ പ്രമേഹം വരാൻ സാധ്യത കൂടുതലാണ്, രക്തസമ്മർദ്ദം വരാൻ സാധ്യത കൂടുതലാണ്. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഒരു 80% പറഞ്ഞാൽ ഉറപ്പായിട്ടുണ്ടാകുമെന്ന് ഉറപ്പുള്ള ആ സംഗതി ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിന്റെ ഉത്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 8 മണിക്കൂർ ഉറക്കം കിട്ടുന്ന വ്യക്തികളിൽ ഹൃദയാഘാത സാധ്യത കുറവാണ് എന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഏറ്റവും പുതിയ പഠനം വന്നിരിക്കുകയാണ്. അപ്പോൾ ഹൃദയാഘാതം തടയാനുള്ള ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ 8 മണിക്കൂർ ഉറക്കം ഉറപ്പുവരുത്തുക. ഇതെല്ലാമായിട്ട് പരസ്പരം ബന്ധപ്പെടും. താങ്ക് യു. ഔപചാരികമായ നന്ദി പ്രകാശനമാണ് എൻ്റെ കർത്തവ്യം. എല്ലാവർക്കും നമസ്കാരം.
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാഫ് ക്ലബ്, വേണാട് ഗിൽഡ് ഓഫ് സൈക്യാട്രിയുമായി